ഇനി 24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. 24-ന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് വൈകിട്ട് 4 മുതൽ 5 വരെയാണ് പരിപാടി. 24 അവതാരക അനുജ രാജേഷാണ് സംവാദം നയിക്കുന്നത്. അനുജ രാജേഷ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുജ, ഗുഡ് മോർണിംഗ്. അനുജ, ഈ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് മുതലേ കയർ മേഖലയിലാണെങ്കിലും മത്സ്യ മേഖലയിലാണെങ്കിലും കശുവണ്ടി മേഖലയിലൊക്കെ സ്ത്രീ ശാക്തീകരണം നേരത്തെ തന്നെ സംഭവിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, ശക്തമായ നിലപാടുകളുണ്ട്. ഇന്ന് നമ്മൾ സംവാദ പരിപാടി പൊളിക്കും അല്ലേ? തീർച്ചയായും പൊളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൊല്ലത്തെ സംബന്ധിച്ചിപ്പോൾ ഒരു അഭിമാന പോരാട്ടമാണ് ഇത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം NK പ്രേമചന്ദ്രൻ്റെ കൊല്ലം എന്ന രീതിയിലേക്കാണ് കൊല്ലം അറിയപ്പെടുന്നത്. മുൻപ് RSPയുടെ നേതാവ് പറഞ്ഞിട്ടുള്ള അസീസ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ RSPയുടെ ഹൃദയമാണ് കൊല്ലം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹൃദയം ഇക്കുറി കൈവിട്ടു പോകുമോ, അല്ലെങ്കിൽ അത് പിടിക്കാൻ കഴിയുമോ LDFന് എന്നുള്ളതിന് വേണ്ടി അവർ ഇറക്കിയിട്ടുള്ളത് മുകേഷിനെ. നമുക്കറിയാം 2014 സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് NK പ്രേമചന്ദ്രൻ LDF വിട്ട് UDFിലേക്ക് പോയത്. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും കരുത്തരെ ഇറക്കി നോക്കി, MA ബേബിയെ ഇറക്കി, പിന്നീട് KN ബാലഗോപാലിനെ ഇറക്കി. പക്ഷേ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതുവരെ പരാജയം അറിയാത്ത നേതാവാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം ജനസമ്മതിയുള്ള നേതാവാണ്, മികച്ച പാർലമെന്റേറിയനാണ്, ആ തരത്തിലേക്ക് മികച്ച വാഗ്മിയാണ്. അങ്ങനെയൊക്കെയുള്ള ഇമേജുള്ള ഒരു നേതാവിനോട് മല്ലിടാൻ എത്തുമ്പോൾ ഇക്കുറി ഒരു കടുത്ത പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നതിനപ്പുറത്തേക്ക് താരപരിവേഷമുള്ള ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ട് LDF അടുത്ത അടവ് പയറ്റി നോക്കുകയാണ്. മുകേഷ് എന്ന സിറ്റിംഗ് MLA, അതായത് സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും തമ്മിലുള്ള പോരാട്ടമാണ്. അദ്ദേഹവും ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇക്കുറി എങ്ങനെയാകും എന്നുള്ളത് അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു പോരാട്ടമാണ്. പലപ്പോഴും പല വിവാദങ്ങളും തെരഞ്ഞെടുപ്പിന് മുൻപായി ഇവിടെ വരുന്നത്, അത് NK പ്രേമചന്ദ്രനെതിരെ വ്യക്തിപരമായി തന്നെ പല ആരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തവണയും അത്തരത്തിലേക്കുള്ള ആക്രമണം വളരെ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ്. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിലേക്ക് ആരോപണങ്ങൾ വരാറുണ്ട്, പക്ഷേ അതൊന്നും കണക്കിലെടുക്കാറില്ല എന്നതാണ്. ഇനി NDA സംബന്ധിച്ച് അവരും ഇത് ഏറ്റവും ഒടുവിലാണ് അവരുടെ ലിസ്റ്റിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, G കൃഷ്ണകുമാർ. അതും ഒരു താരപരിവേഷമുള്ള നടൻ. അങ്ങനെ ഒരു ഇമേജുകൾ തമ്മിലുള്ള പോരാട്ടമാണ് കൊല്ലത്ത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത്. ഇവിടെ വികസനം ചൂണ്ടിക്കാട്ടാൻ NK പ്രേമചന്ദ്രനുണ്ട്, പാർലമെന്റിലെ മികച്ച പ്രകടനം ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇനി മത്സ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒപ്പം തന്നെ ഈ NK പ്രേമചന്ദ്രൻ എന്നുള്ള നേതാവിനെ എതിരിടാൻ LDF സർവ്വ അടവുകളും പയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഒരു കടുത്ത പോരാട്ടം കൊല്ലത്ത് നടക്കാൻ പോകുന്നു എന്നതിൽ തർക്കമില്ല. ഇന്ന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചാണ് നമ്മളുടെ പരിപാടി നടക്കുന്നത്. 4 മുതൽ 5 വരെയാണ്. മഴ വില്ലനാകുമോ എന്നൊരു സംശയമുണ്ട്. ഇന്നലെ നമ്മൾ ചെങ്ങന്നൂരിൽ പരിപാടി നടക്കുമ്പോൾ കനത്ത മഴയായിരുന്നു. ഇക്കുറി അങ്ങനെ ഉണ്ടാകുമോ എന്നൊരാശങ്കയുണ്ട്. ഏതായാലും കാത്തിരിക്കുകയാണ് നമ്മൾ. 4 മുതൽ 5 വരെ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഏതായാലും മഴ പെയ്യുന്നത് നല്ലതാണ്, പക്ഷെ നമ്മുടെ പരിപാടിയുടെ സമയത്ത് മഴ വില്ലനായി വരാതിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ചർച്ച പോകും എന്ന് നമുക്കറിയാം. മഴയുണ്ട് കൊല്ലത്ത്, ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ടെന്ന് പറയുന്നു. മഴ ആ സമയത്ത് പെയ്യാതിരിക്കും അല്ലേ? ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.